പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററാണ് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളല്ലേ? നിങ്ങൾക്ക് എക്സാമിലേക്ക്, അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിലേക്ക് എത്ര ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ഇതില് ജഡ്പഡ് ആർ നടുക്കട്, ബഹുത്ത് ദിനോं के बाद, ബൂട്ടി കാക്കി, അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിലെ ഗർ ഫൂൽ എത്രയാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചാപ്റ്റർ? അതായത് 3ഉം 2ഉം 5 ചാപ്റ്ററാണ് വരുന്നത്. ഈ 5 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഇക്കായി ഏക്ക് ജിയേം ജീബർ എന്ന് പറഞ്ഞിട്ട് കബീർദാസിന്റെ ഒരു ദോഹയെ കൂടെയുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു 4 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ ടോട്ടലായിട്ട് 40 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ജഡ്പഡ് ഓർ നടുക്കട് എന്ന ചാപ്റ്റർ, ജിയേം ജീബർ, പിന്നെ ജഡ്പഡ് ഓർ നടുക്കട്, ബഹുത്ത് ദിനോं के बाद, ബൂട്ടി കാക്കി, ഗർ ഫൂൽ, അത്രയാണുള്ളത്. ഇതിൽ നിങ്ങൾ ആരാണ് എഴുതിയിരിക്കുന്നത് എന്ന കാര്യവും, അതുപോലെ തന്നെ കവിതയാണോ കഹാനിയാണോ, എന്താണ്, ഏത് വിധത്തിലുള്ള രചനയാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. വിധ കണ്ടോ, വിധ എന്ന രചനാകാർ എന്ന് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. കിസ് വിധ കി രചന ഹേ എന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ജഡ്പഡ് ആർ നടുക്കട് കിസ് വിധ കി രചന ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഹാനി. അതുപോലെ തന്നെ ബഹുത്ത് ദിനോं के बाद കിസ് വിധ കി രചന ഹേ, കവിത. കിസ്നെ ലിഖ, നാഗാർജുൻ, അല്ലെങ്കിൽ രചനാകാർ കോൻ ഹേ, നാഗാർജുൻ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഈ ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഭാഗം എടുത്താൽ തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നേരെ നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ജഡ്പഡ് ഓർ നടുക്കട് കഹാനി രമേശ് ഉപാധ്യായാണ്. ബഹുത്ത് ദിനോं के बाद കവിതയാണ്, നാഗാർജുനാണ് എഴുതിയിരിക്കുന്നത്. ബൂട്ടി കാക്കി ഒരു ശസ്തിയാണ്, പ്രേംചന്ദിന്റെ കഹാനിയായിരുന്നു, അതിനെ ഗുൽസാഗർ ഫിലിം ആക്കിയതാണ്. അടുത്തത് യൂണിറ്റ് 2ലെ ഗർ എന്ന കഹാനി. ഗർ കഹാനി എഴുതിയിരിക്കുന്നത് പ്രഭാതാണ്. ഫൂൽ കവിത എഴുതിയിരിക്കുന്നത് രാമധരേഷ് മിശ്ര. ഇത്രയാണ് നിങ്ങൾക്ക് എക്സാമിലേക്ക് വരുന്ന ചാപ്റ്റർ. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൽ നമ്മൾ ജഡ്പഡ് ആർ നടുക്കട് എന്ന കഹാനി പഠിച്ചു കഴിഞ്ഞതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല മനോഹരമായ ഒരു കഹാനിയായിരുന്നു ജഡ്പഡ് ആർ നടുക്കട് എന്ന കഹാനി. അതില് ജഡ്പഡും നടുക്കടും സഹോദരന്മാരാണ്. നടുക്കട് മഹാവികൃതിയായിരുന്നു, ജഡ്പഡ് ചേട്ടനായിരുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. പോകുന്ന വഴിയിൽ നടുക്കട് പല വികൃതികളും ചെയ്യുമായിരുന്നു. വെള്ളത്തിൽ ചാടിക്കളിക്കും, അതുപോലെ തന്നെ ആൽമരത്തിന്റെ വേര് പിടിച്ചിട്ട് ആടിക്കളിക്കുക, കുളത്തിൽ താറാവിനെയും അതുപോലെ തന്നെ മീനിനെയും ഒക്കെ നോക്കിയിരിക്കുക, പുഴയിൽ തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് കളിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവൻ വെള്ളത്തിലേക്ക് വീണു പോവുകയും അവിടെ നിന്ന് അവൻ്റെ ചേട്ടൻ വെള്ളത്തിലേക്ക് ചാടി അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ഈ കഹാനി പഠിച്ചതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജഡ്പഡിന്റെയും നടുക്കടിന്റെയും വാർത്താലാപ്, നടുക്കടും അമ്മയുമായിട്ടുള്ള വാർത്താലാപ്, ജഡ്പഡും അമ്മയുമായിട്ടുള്ള വാർത്താലാപ്, നടുക്കടിന്റെ ഡയറി, ജഡ്പഡിന്റെ ഡയറി, അത്രയും നിങ്ങൾക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇനി അടുത്ത ചാപ്റ്റർ ആണ് ബഹുത്ത് ദിനോं के बाद എന്ന ചാപ്റ്റർ, കവിത. അതിൽ നിങ്ങൾക്ക് ബഹുത്ത് ദിനോं के बाद അതിന്റെ ആശയം ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. കവിതാക്ക് ആശയ ലിഖിയും അല്ലെങ്കിൽ കവിതാ പർ ടിപ്പണി ലിഖിയും എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബഹുത്ത് ദിനോं के बाद വളരെ സുന്ദരമായ ഒരു കവിതയാണ്. അതിൽ കവി സ്വന്തം ഗ്രാമത്തിലെത്തിയിട്ട് ഗ്രാമഭംഗി ആസ്വദിക്കുന്നതാണ് ആ കവിത. അതായത് പ്രകൃതി ഭംഗിയാണ്, പ്രകൃതിയെ ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പ്രകൃതി ഭംഗി മനോഹരമായിട്ട് നാഗാർജുൻ വർണ്ണിച്ചിരിക്കുകയാണ്. അതില് പറയുന്നത്
സ്വന്തം നാട്ടിലെത്തിയ കവി അവിടെയുള്ള പ്രകൃതി രമണീയത, പ്രകൃതിയിൽ ആ പാടത്തൊക്കെ നെല്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നതും അതുപോലെ തന്നെ ഇലഞ്ഞിപ്പൂവിൻ്റെ ഗന്ധം, അതുപോലെ തന്നെ ഭൂമിയിലെ മണ്ണ് സ്പർശിച്ചത്, അവിടെ ഉണ്ടായിരുന്ന താൾമക്കാന എന്ന ഔഷധ ചെടി കഴിച്ചത്, പിന്നീട് അതിൽ പറയുന്നത് എന്താ പറയുന്നത്, കരിമ്പിന്റെ രസം, കരിമ്പ് കഴിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ പറയുന്നത് അല്ലേ. ബഹുത്ത് ദിനോക്കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലെ കാഴ്ചകള്, മനോഹരമായ കാഴ്ചകൾ മനസ്സ് നിറയെ കാണുന്ന കവിയെയാണ് ഇവിടെ നാഗാർജുൻ വ്യക്തമാക്കിയിരിക്കുന്നത്, ഇവിടെ ഈ ബഹുത്ത് ദിനോക്കെ ബാദിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കവിതയുടെ ആശയം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ വരും, അതിനനുസരിച്ച് അതിന്റെ ആൻസർ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ബൂട്ടി കാക്കിയാണ്. അതൊരു ശാസ്ത്രീയ ബ്ലർബ് ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ശാസ്ത്രീയ ബ്ലർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഥയാണോ, സിനിമയാണോ, നാടകമാണോ, എന്തായിരുന്നാലും, നോവലായിരുന്നാലും, എന്തു തന്നെയായിരുന്നാലും ഒരുപാട് പേജുള്ള, ഇപ്പം നോവലൊക്കെ ഒരുപാട് പേജുള്ള ബുക്കുകളാണെങ്കിൽ പോലും അതിനെ ഏറ്റവും ചുരുക്കിയിട്ട് അതിലെ കഥാസാരം എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന കഥാസാരം ഏറ്റവും സിമ്പിളായിട്ട് ചുരുക്കിയിട്ട് ഏറ്റവും ചെറിയ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട്, വളരെ കുറഞ്ഞ സെന്റൻസുകളുള്ള ഒരു പാരഗ്രാഫ് ആക്കി എഴുതുന്നതിനെയാണ് ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത്. അതായത് ആ ശസ്തി അല്ലെങ്കിൽ ബ്ലർബ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നോവലാണെങ്കിൽ ആ നോവൽ വായിക്കാനുള്ളൊരു ആകാംക്ഷ നമ്മളിൽ ഉണ്ടാക്കും. അതല്ല ആ ബ്ലർബ് സിനിമയെ കുറിച്ചാണെങ്കിൽ ആ സിനിമ കാണാനുള്ളൊരു താല്പര്യം നമ്മളിൽ ഉണ്ടാകുന്നു. അങ്ങനെ ആയിരിക്കണം ഒരു ബ്ലർബ് എഴുതേണ്ടത്. ഈ ബൂട്ടി കാക്കി എന്ന ശാസ്തിയിൽ പറയുന്നത് വൃദ്ധയായ ഒരു ചെറിയമ്മ അഥവാ അമ്മായി, ചെറിയമ്മയാവാം അല്ലെങ്കിൽ അമ്മായി, ബൂട്ടി കാക്കിയിലെ വൃദ്ധയായ ഒരു ചെറിയമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വൃദ്ധയായ ചെറിയമ്മയ്ക്ക് ആരും തന്നെ ഇല്ല. അവര് ആ ബൂട്ടി കാക്കി അവരുടെ ഭതീജയായ മരുമകനായ ബുദ്ധിറാമിനോടും ബുദ്ധിറാമിന്റെ ഭാര്യയായ രൂപയോടും കൂടെയാണ് താമസിച്ചിരുന്നത്. അവരുടെ സ്വത്തുക്കളെല്ലാം ബുദ്ധിറാമിന് വേണ്ടി അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. സ്വത്തുക്കളെല്ലാം നേടിയതിനു ശേഷം ബുദ്ധിറാം ബൂട്ടി കാക്കിയോട് മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. അവരെ നന്നായിട്ട് സംരക്ഷിക്കുന്നില്ല, അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകുന്നില്ല, അവര് വളരെയധികം വിഷമത്തിലാകുന്നു. എങ്കിലും ആ വീട്ടിലുണ്ടായിരുന്ന അവരുടെ ബുദ്ധിറാമിന്റെ പുത്രിയായിട്ടുള്ള ലാഡലി മാത്രമാണ് ഈ ബൂട്ടി കാക്കിയോട് സ്നേഹത്തോടെ പെരുമാറുന്നത്, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുന്നതും നമ്മൾ ആ ശാസ്തിയിൽ കണ്ടതാണത് അല്ലേ. അപ്പോ ബൂട്ടി കാക്കി എന്ന ശാസ്ത്രീയ ബ്ലർബ് അങ്ങനെയാണ് വരുന്നത്. ഇതില് ബൂട്ടി കാക്കി അവസാനം വിശന്നിട്ട് അവരുടെ വീട്ടിൽ വന്നിട്ടുള്ള അതിഥികൾ കഴിച്ചതിന്റെ വേസ്റ്റ് കഴിക്കുന്നത് വരെ നമ്മൾക്ക് കാണേണ്ടതായിട്ട് വന്നു. അതില് വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശാസ്തിയായിരുന്നു അത്. ഇനി നമുക്ക് അടുത്ത 2ാമത്തെ യൂണിറ്റിലേക്ക് നോക്കാം. 2ാമത്തെ യൂണിറ്റില് ഗർ എന്ന കഹാനി, പ്രഭാത് എഴുതിയിരിക്കുന്ന ഗർ എന്ന കഹാനി വളരെ മനോഹരമായ ഒരു കഹാനിയാണ്. ഇതിലെ കഥാപാത്രങ്ങള് പല കീടങ്ങളും ജീവികളും ഒക്കെയാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പല്ലി, അതുപോലെ തന്നെ തവള, മക്കടി, ചിലന്തി, എലി, കടന്നല് മുതലായവയാണ് ഇതിൽ വരുന്ന കഥാപാത്രങ്ങൾ. ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഇതിലുള്ളൂ. അതാരായിരുന്നു? ഫർഹാദ് ആയിരുന്നു ഇതിലുള്ള കഥാപാത്രമായിട്ടുള്ള മനുഷ്യനായിട്ട് വരുന്ന ആള്. ഈ ഫർഹാദിന് ഇങ്ങനെയുള്ള ജീവികളോടും കീടങ്ങളോടൊക്കെ വളരെയധികം സ്നേഹമായിരുന്നു. ഫർഹാദ് അവരെ ഒന്നും ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഫർഹാദിനോടൊപ്പം അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. ഫർഹാദിന്റെ വീട്ടിൽ അംഗസംഖ്യ കൂടുമ്പോൾ ഫർഹാദ് വളരെയധികം സന്തോഷിച്ചു. ഇതുപോലുള്ള ജീവികൾ ഇട്ടുകാലി, അതായത് ചിലന്തിയൊക്കെ വല കെട്ടി പെരുകുക, അതുപോലെ തന്നെ പല്ലി മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പെരുകുന്നതൊക്കെ കാണുന്ന സമയത്ത് ഫർഹാദ് വളരെയധികം
അവനും സന്തോഷിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ ഘർ എന്ന കഹാനിയിലൂടെ പഠിച്ചതാണ്. അതായത് ഈ കഹാനിയിൽ പ്രഭാത് പറയുന്നത് എന്തെന്നാൽ പ്രകൃതി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം അവകാശമുള്ളതല്ല. പ്രകൃതിയിലെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പ്രകൃതി എല്ലാവരുടെയും വീടാണ്. അവിടെ എല്ലാവർക്കും, മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് പ്രകൃതി. ഫർഹാദ് അതുപോലെ വിശ്വസിക്കുന്നു. ഫർഹാദിന്റെ വീടാണെങ്കിൽ പോലും ഫർഹാദിന്റെ വീട്ടിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഫർഹാദ് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് നമുക്ക് ഈ ഘർ എന്ന കഹാനിയിലൂടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ വീഡിയോ, എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് കാണാൻ പറ്റും. ഇനി ഫൂൽ എന്ന കവിതയാണ്. ഫൂൽ എന്ന കവിതയിൽ രാം ദരശ് മിശ്ര എഴുതിയിരിക്കുന്ന ഫൂൽ, അതുപോലെ തന്നെ പ്രകൃതിയെ അംഗീകരിക്കണം, പ്രകൃതിയെ മാറ്റി നിർത്തരുത് എന്ന സന്ദേശം നൽകുന്ന ഒരു കവിതയാണ് ഫൂൽ എന്ന കവിത. പ്രകൃതിയെ നമ്മൾ ചേർത്ത് നിർത്തണം, പ്രകൃതിയോട് ഇണങ്ങിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നാണ് ഇവിടെ ഫൂൽ എന്ന കവിതയിലൂടെ രാം ദരശ് മിശ്ര വ്യക്തമാക്കി തന്നിരിക്കുന്നത്. ഇതിലെ പൂവ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൂവ് കൊണ്ടുവന്ന് വെക്കുന്ന കവി, പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്ന് വീട്ടിൽ അലങ്കരിക്കുന്നു കവി. ആ പൂക്കൾക്ക് ഒരു സമയത്തും വാട്ടം ഉണ്ടാകുന്നില്ല, വാടാതെ നിൽക്കുന്ന പൂക്കൾ. നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാടും, അതിനെ വിരിയുകയും വാടുകയും ചെയ്യും. അത് പ്രകൃതിയിൽ നിയമമാണ്. പ്രകൃതിയിലുള്ള പൂക്കൾ അത് വിരിയുകയും വാടുകയും ചെയ്യുന്ന പൂക്കളെ വേരോടുകൂടെ പിഴുതെറിഞ്ഞിട്ട് എന്താണ് കവി ചെയ്യുന്നത്? പകരം പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുവന്ന് അലങ്കരിക്കുന്നു. പക്ഷേ പിന്നീട് കവിക്ക് മനസ്സിലാകുന്നു പ്ലാസ്റ്റിക് പൂക്കളെ പൂക്കൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കുട്ടികളെല്ലാം പൂവിനെ കുറിച്ച് തെറ്റായി പഠിക്കുമെന്ന് കവി മനസ്സിലാക്കുകയും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൂക്കളെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് പകരം സ്വന്തം വീട്ടുമുറ്റത്ത് കൈക്കോട്ട്, അതായത് മൺവെട്ടിയെടുത്ത് കിളച്ചിട്ട് അദ്ദേഹം അവിടെ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് പ്രകൃതിയെ അദ്ദേഹം കിളച്ചിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നു എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരംഭിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുട്ടികൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പൂക്കൾ വേണം, പൂക്കളിന്റെ തിരിച്ചറിവിന് വേണ്ടിയിട്ട്, പൂക്കൾ എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി, പൂവിന്റെ തിരിച്ചറിവിന് വേണ്ടി ഞങ്ങൾക്ക് പൂക്കൾ വേണം എന്ന് കുഞ്ഞുങ്ങൾ വന്ന് ചോദിച്ച സമയത്താണ് അദ്ദേഹം ചിന്തിക്കുന്നത് താൻ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. കാരണം കുട്ടികൾ തെറ്റായ രീതിയിൽ പഠിക്കും. പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾ എന്ന് പറഞ്ഞാൽ വിരിയുകയും വാടുകയും ചെയ്യും, അതിൻ്റെ ഇതളുകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും, പൂവിന് ഗന്ധമുണ്ടായിരിക്കും, അല്ലേ? അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിലേ നമ്മൾ കണ്ട് വളർന്നു വരുന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അവ ചെറിയ പ്രായത്തിലേ നമ്മൾ പ്ലാസ്റ്റിക് പൂക്കൾ കണ്ട് വളരുകയാണെങ്കിൽ അത് തന്നെയാണ് പൂവ് എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കും, അല്ലേ? അതുകൊണ്ട് കവി എന്ത് ചെയ്തു? അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ പ്ലാസ്റ്റിക് പൂക്കളെയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പറിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് മുറ്റം കിളച്ചിട്ട് അദ്ദേഹം കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു. പ്രകൃതി മൊത്തത്തിൽ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ കവിതയിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ അത്രയുമാണ് ഈ ഫൂൽ വരെയുള്ള പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. അത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. 40 മാർക്കാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ.